നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഒരു സൂപ്പർ സ്റ്റാർ സിനിമ ഇല്ലാത്തൊരു സമയത്ത് പണം റിലീസ് ചെയ്യാനാണ്. ആ സമയം നമ്മൾ ആ വിൻഡോ നോക്കി അതിനുള്ള മാർക്കറ്റിംഗ് പർപ്പസും കടം വാങ്ങിച്ചും ഇല്ലെങ്കിൽ ലോകത്തുള്ള പലിശക്കാരിൽ നിന്ന് കാശും വാങ്ങിച്ച് പോസ്റ്റർ ഒട്ടിച്ച് ഹോർഡിങ് വെക്കുമ്പോൾ നേരെ അതിൻ്റെ പുറത്തോട്ട് വന്ന് ഒട്ടുക. ഏതാ വലിയ വലിയ പോസ്റ്റേഴ്സ്, ഇവർ ഈ ഇൻഡസ്ട്രിയായിട്ട് ഒരു ബന്ധമില്ലാത്ത പോസ്റ്റേഴ്സ്. അപ്പോൾ ഇവിടുത്തെ ഈ അസോസിയേഷനുകളിലെ പ്രൊഡ്യൂസേഴ്സ്, ഇവിടുത്തെ റിവ്യൂവേഴ്സിനെ ഈ പറയുന്ന റൂമിലിരുന്ന് ഒരു 300 കേക്ക് ജീവിക്കുന്ന ആൾക്കാർക്ക് കുറ്റപ്പെടുത്തുന്നതിന് അപ്പുറം ചെയ്യേണ്ടത് ഇതുപോലുള്ള സിനിമകൾക്കൊരു പരിധി വെക്കണം. ഇത്ര ഷോസ് ഇല്ലെങ്കിൽ ഇപ്പം അവർക്ക് 10 ഷോ കൊടുത്തോട്ടെ, നമുക്കൊരു 2 ഷോ നൈറ്റ് 2 ഷോ മതി മെയിൻ സെൻറ്ററുകളിൽ. എവിടെ കിട്ടാനാ? കൽബ് പോലും ഒരു ഷോയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരുന്നത് എറണാകുളത്ത്. മലബാർ ഏരിയയിൽ കുറേ തിയേറ്ററുകൾ ഓപ്പൺ ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പം ആദ്യം ഉണ്ടായ ഇഷ്യൂയിൽ നിന്ന് പണം തിയേറ്ററിൽ നിന്ന് മൊത്തം മാറിയ ശേഷം ഞങ്ങൾ ഈ സിനിമാ ഭ്രാന്തം പോലത്തെ ഒരു പേജും വെച്ച് ഒരുപാട് ക്യാമറയും വെച്ചിട്ട് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള മാഡം ഒക്കെ കഷ്ടമാണ്. അവർക്ക് തിയേറ്ററിൽ പോയിരുന്ന മൊബൈലിൽ ആൾക്കാർ റിവ്യൂ എടുത്ത് ആ റിവ്യൂ പോസ്റ്റ് ചെയ്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി പടം തിരിച്ച് പിന്നെയും 60 തിയേറ്ററോട് പിന്നെയും തിരിച്ചു വന്നു. പക്ഷേ അപ്പോഴത്തേക്ക് 3 ആഴ്ച കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഏതാ പ്രേമലുവും ഇതും വന്നു, നമ്മുടെ മഞ്ഞുമൽ ബോയ്സും വന്നു. അത്രയും അടിപൊളി സിനിമകൾ മലയാളം വന്നിരിക്കുക. ടക്ക് നമ്മൾ മാറി. അപ്പം ഈ എൻ്റെ ഗട്ട് ഫീലിൽ ഈ പറയുന്ന അന്യഭാഷ സിനിമകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം കുറച്ചൊന്ന്, ഇപ്പം ഫോർ എക്സാമ്പിൾ വിജയ് സിനിമ, രജനീകാന്ത് സിനിമ, സൂര്യ സിനിമയ്ക്കൊക്കെ ശരിയാണ്, ഇവിടെ അങ്ങനെ ഒരു ഓഡിയനുണ്ട്, അവർ ഓക്കെയാണ്. പക്ഷേ ഇത് അവിടെ ആർക്കും വേണ്ടാത്ത സിനിമകൾ വരെ ഇവിടെ കൊണ്ടിട്ടിരിക്കുമോ? അത് ഡബ് ചെയ്യുക, ഇവിടെ കൊണ്ടിറക്കുക, മനസ്സിലായില്ലേ? അത് ഇവിടുത്തെ വലിയ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയത് കാരണം നമ്മുടെ സിനിമയെ ഷോ കട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പല്ലൂട്ടി ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഓപ്പോസിറ്റുള്ള പണി എന്ന സിനിമ മാത്രമാണ് ഞങ്ങൾ വളരെ എവിഡൻ്റായിട്ട് മാർക്കറ്റ് ചെയ്ത് അത് ചെയ്യാവുന്ന എല്ലാ പരിപാടിയും ആ സിനിമയ്ക്ക് വേണ്ടി എടുത്ത് ഞങ്ങൾ അതിനെ ഒന്ന് പൊക്കി കൊണ്ടുവരുന്ന സമയത്ത് നേരെ ലക്കി ഭാസ്കറും മറ്റേ ഇദ്ദേഹത്തിൻ്റെ സിനിമയും വന്നു. 3 സിനിമകൾ വന്നു. അപ്പം അവർക്ക് ഒരിക്കലും ഗോകുലം ഗോപാലിൻ്റെ പോലത്തെ ഗോകുലം മൂവീസ് പോലത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പണിയെ മാറ്റാൻ പറ്റില്ല. മാറ്റുന്നത് ഞങ്ങളുടെ ഭാഗം പല്ലൂട്ടിയാണ്. 3 സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയ, ഇത്രയും അഭിപ്രായങ്ങൾ കിട്ടിയ, ഇത്രയും റിവ്യൂ കിട്ടിയ, ഇത്ര ക്രിട്ടിക്കലി സപ്പോർട്ട് കിട്ടിയൊരു സിനിമ മാറ്റുവാണ്. എങ്ങനെ ഞങ്ങൾ അങ്ങനത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യും? അല്ലെ, വലിയ സിനിമകൾ, തമിഴ് സിനിമകൾ വരുമ്പോൾ തന്നെ എഗ്രിമെൻ്റ് ഉണ്ട്, തിയേറ്റർ ഉടമകളുടെ എഗ്രിമെൻറ്റ്. 20 ദിവസം കഴിച്ചു കൊടുക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തിയേറ്റർ ഉടമ ചോദിച്ചു, ഇപ്പം ഈ ഇടയ്ക്കിറങ്ങിയൊരു പടത്തെ ഭയങ്കര പരാജയപ്പെട്ടു, സിനിമയുടെ പേര് പറയുന്നില്ല. പക്ഷേ ആ തിയേറ്റർ ഉടമ എൻ്റെ അടുത്ത് പറയാണ്, 20 ദിവസം ഓടിക്കണത്, ആളുമില്ല, എന്ത് ചെയ്യും? എഗ്രിമെൻ്റാണ്, 20 ദിവസം ഓടിക്കണം. എങ്ങനെ വലിയ സിനിമ കൊടുക്കും? അത് മാറേണ്ടിയിരിക്കുന്നു, മനസ്സിലായില്ലേ? ഇപ്പം പല്ലുട്ടി പോലത്തെ സിനിമ പിടിച്ചു നിന്നത് ഞങ്ങൾക്ക് ഇത്രയും ബാക്കപ്പ് ഉള്ള കാരണമാണ്. ഇതില്ലാത്തൊരു പ്രൊഡക്ഷൻ കമ്പനി, ഇതില്ലാത്തൊരു പുതിയ ഡയറക്ടർ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യും? എങ്ങനെ പിടിച്ചിരിക്കും? അവന് ജീവിത സിനിമ ചെയ്യും, അവൻ്റെ കുടുംബം കളഞ്ഞ് അവൻ്റെ ലോകത്തിൽ നിന്ന് കാശും വാങ്ങിച്ച് ലോകത്തെ ഏറ്റവും വലിയ കടക്കാരനെ മാറും ഒരൊറ്റ സിനിമ കൊണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ചില റിവ്യൂവേഴ്സ് ഉണ്ട്, അവനെന്തിനാ ലോൺ എടുത്ത സിനിമ ചെയ്ത് നമ്മളെ കെട്ടിയേപ്പിക്കാനാണോ ഇങ്ങനെ ചോദിക്കുന്ന റിവ്യൂ സിനിമ എല്ലാം ചോദിക്കുന്നു. ഇവരെല്ലാം ചോദിക്കും, പക്ഷെ ഇവനൊരു സിനിമ ചെയ്ത് കാണിച്ചു തന്നെ, ഷോർട്ട് ഫിലിം ചെയ്ത് കാണിച്ചു തന്നെ. അതെ, ഇഷ്ടം കൊണ്ടല്ലേ ബ്രോ, ഇഷ്ടം കൊണ്ട്. അല്ല, ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? ഈ സിനിമ ചെയ്യാനുള്ള ഒരു ആർത്തി കൊണ്ട് വരുന്നതല്ലേ. അവർക്ക് ഈ വേറെന്തൊക്കെ ചെയ്യാം, ബാങ്കിൽ ഇട്ടാൽ മതിയല്ലേ കാശ് ജീവിക്കാൻ, അല്ലേ? എന്നിട്ട് റിസ്ക് എടുക്കുന്നത്. ഇതൊരു സിനിമ അങ്ങനെയാണ്. സിനിമ നമ്മളെ ഭ്രമിപ്പിക്കും, മനസ്സിലായില്ലേ? നമ്മൾ അതിനകത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ അലിബായിക്ക് വേറെ പരിപാടി ചെയ്യാൻ പറ്റുമോ? നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനകത്താണ്. കുടുംബം ഒരു യുദ്ധം പോലല്ലേ. ഒരു 10-20 ആൾക്കാർ ഒരു സ്ഥലത്ത് തമ്പടിക്കുന്നു, അവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നു, അത് കഴിക്കുന്നു, മനസ്സിലായില്ലേ? പല ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്യുന്നു, കഷ്ടപ്പെട്ട് വെയിലത്തും ചൂടത്തും. ഇവിടുത്തെ കരവാനൊക്കെ കിട്ടുന്ന ഒന്നുമല്ല, പൊരി വെയിലത്തും പൊരി ചൂടത്തും നമ്മൾ ഷൂട്ട് ചെയ്ത് കഷ്ടപ്പെട്ട് നമ്മളത് പ്രൊഡക്റ്റാക്കി തിയേറ്ററിൽ കൊണ്ടുവരുമ്പം അത് കാണാനുള്ള ഓപ്ഷൻസ് ഓഡിയൻസിന് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരു ഭാഗ്യം ഈ OTT ഉള്ളതുകൊണ്ട് സഹിച്ചേട്ടന് കഷ്ടപ്പെട്ട ഭരതനാട്യം പോലത്തെ സിനിമയൊക്കെ എന്താ ഇപ്പം അദ്ദേഹം ഡിപ്രഷൻ അടിച്ച് എന്നെ വിളിച്ച് പറഞ്ഞതാണ്, അതായത് ഞാൻ ഈ പരിപാടി നിർത്താൻ പോവാന്ന്. അവിടെ ഒരു പുതിയ ഡയറക്ടറാണ് ഇല്ലാണ്ടാകാൻ പോകുന്നത്. പുതിയ മേക്കേഴ്സ്, എത്ര ആർട്ടിസ്റ്റുള്ള സിനിമ അഭിനയിച്ചിട്ടുണ്ട് പുതിയ, അവരുടെയൊക്കെ പെർഫോമൻസ് ഇല്ലാണ്ടാവുമല്ലേ. പക്ഷേ OTT എന്നുള്ളൊരു ഭാഗ്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഭരതനാട്യം നോട്ടീസ് ചെയ്യപ്പെട്ട പോലെ, കൽബ് നോട്ടീസ് ചെയ്യപ്പെട്ട പോലെ ഞങ്ങളെപ്പോലത്തെ ഒരുപാട് പുതിയ ആൾക്കാർക്കുള്ളൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും ഈ ഒരു OTT സപ്പോർട്ട്. അതിപ്പോൾ സാജനും വിജയ് ബാബുവിനൊക്കെ എത്തിപ്പെടാൻ പറ്റും ചിലപ്പോൾ OTTയിലേക്ക്. അതുപോലെ എത്തിപ്പെടാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട്, അവരാണ് തകർന്നു പോകുന്നത്. ആലോചിക്കണം, നല്ല സിനിമയായിരിക്കും, അവർ തകർന്നു പോകുന്ന. നേരത്തെ പറഞ്ഞല്ലോ, ഉറപ്പായിട്ടും ഇവിടെ ആർക്കും വേണ്ടല്ലോ. ഇപ്പോൾ ഒരു പടം ഫ്ലോപ്പായി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ തിയേറ്ററിൽ വർക്കായില്ല. ഇപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണല്ലോ, തിയേറ്ററിൽ വർക്കായാലും എടുക്കാം, തിയേറ്ററിൽ വർക്ക് സിനിമ മോശം, തിയേറ്ററിൽ കളക്ഷൻ നോക്കുന്ന ആദ്യത്തെ നമ്മുടെ TRP റേറ്റിംഗ്, നമ്മുടെ TRP സോറി ഈ പിന്നെ എമൗണ്ടിൻ്റെ ലിസ്റ്റ് ഉണ്ടല്ലോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്നത്, അത് ബേസ് ആ എമൗണ്ടിൻ്റെ കാൽക്കുലേഷൻ ബേസിലാണ് പടം എടുക്കുന്നത്.
അവർ പറയുന്ന റേറ്റ് എന്താണ്? ഇപ്പോൾ വർക്കായില്ലെങ്കിൽ, പടം മോശമായതുകൊണ്ടല്ല, തിയേറ്റർ കളക്ഷൻ വന്നില്ലെങ്കിൽ അവർ പറയുന്ന റേറ്റ് വിഷം പോലെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ, മനസ്സിലായില്ലേ? എന്നാൽ ഇട്ടോ എടുക്കാവില്ലേ, വേണ്ട, പാവം പിടിച്ചോനെ അതും കൊടുത്ത്, മനസ്സിലായില്ലേ? ജീവിതകാലം മൊത്തം അതിൻ്റെ കടവും അതിൻ്റെ വിഷമവും അതിൻ്റെ ഇഷ്യൂവായിട്ട് ജീവിക്കേണ്ടി വരും. ഈ കൽബിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ കുറേ സീനുകളുണ്ട്, കണ്ണ് നനയിക്കുന്ന സീൻ. എനിക്ക് ഏറ്റവും OTT കാണാത്തവരുണ്ടെങ്കിൽ കഥ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതെ. ആ ഒരു സിറ്റുവേഷൻ ഷൂട്ട് ചെയ്യുമ്പം നിങ്ങളുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? അല്ല, എൻ്റെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം മുസ്ലിം മരണ വീടുകളെന്ന് പറയുന്നത് വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ കാണിച്ചിട്ടില്ല. അത്രയും ഇൻഡെപ്തായിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് കാണിച്ചിട്ടില്ല. അപ്പം എൻ്റെ ഫാദർ മരണപ്പെട്ടപ്പോൾ ഞാനും എൻ്റെ ബ്രദറും ഞങ്ങൾ കയറണമല്ലോ, കുളിപ്പിക്കാൻ കയറണമല്ലോ. അപ്പം എനിക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല, എന്നെ കൊണ്ട് എനിക്ക് വെള്ളം ഒഴിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഈ കുളിപ്പിക്കുന്ന വെള്ളം എൻ്റെ കാലുകൂടി തൊടുമ്പോൾ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ആ റൂമിൽ പോയി നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു ഇമോഷനാണ് ഞാൻ എനിക്ക് അന്നുണ്ടായൊരു മാനസികാവസ്ഥയാണ് ഞാനത് അവിടെ അപ്ലൈ ചെയ്തത്. അപ്പം എനിക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലിറിക്കലി സൂര്യ എന്ന് പറഞ്ഞാൽ ഇപ്പം കുളിപ്പിച്ച് പുത്തനുടുപ്പിടിച്ച് എൻ്റെ പെണ്ണെന്ന് ഓതിയോത്, നിൻ്റെ മീസാൻ കല്ലിൽ നിന്ന് എൻ്റെ പേര് വെക്കണം എന്നൊക്കെ സുഹൈലും ആ മ്യൂസിക് ഡയറക്ടറും വിമലും ഇല്ലെങ്കിൽ പാടിയിരിക്കുന്നത് മക്ബൂലാണ്. അവരത്രയും ബ്യൂട്ടിഫുള്ളായിട്ടൊരു പാട്ടിനി കമ്പോസ് ചെയ്ത് തരുമ്പം അതിൻ്റെ ഏറ്റവും പീക്കിൽ ഷൂട്ട് ചെയ്യണമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. കാരണം അതിൽ അവരോട് കാണിക്കുന്ന രീതികളാണ്. അപ്പം ഞാൻ അതിനകത്ത് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുളിപ്പിക്കുന്നത് എങ്ങനെയാണ്, അവിടെ സാമ്പ്രാണി എങ്ങനെ കത്തിക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഫോർമേഷൻ, എങ്ങനെയാണ് നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. എനിക്ക് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആരും മരിച്ചാൽ എനിക്ക് കാണാൻ തോന്നില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് കാണാൻ പറ്റില്ല എനിക്കങ്ങനെ അവരെ കാണണ്ട. എൻ്റെ മനസ്സിൽ അവരുടെ വേറെ കുറേ മൊമെൻറ്റ്സുകളുണ്ട്, ഞാൻ അത് മതി എനിക്ക്. അപ്പം ഞാനിങ്ങനെ മാറി നിൽക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെ അവസാനം വിളിച്ചു ചോദിക്കും, മയ്യത്തിൻ്റെ ആരെങ്കിലും കാണാനുണ്ടോ എന്ന് ഉസ്താദ് വിളിച്ചു ചോദിക്കും. അപ്പം അവിടെ അപ്പം ഈ ദൂരെ നിന്ന് വന്ന ആൾക്കാരൊക്കെ പള്ളിയിൽ നിന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അവരെ തുറന്ന് കാണിച്ചു കൊടുക്കും. പക്ഷേ എനിക്ക് ഇതുവരെ എൻ്റെ വേണ്ടപ്പെട്ട ആരുടെയും, എൻ്റെ ഫാദറിൻ്റെ പോലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് അതിനുള്ള മാനസിക ഒരു പവറില്ല, മനസ്സിലായില്ലേ? അപ്പം അതെല്ലാം ഞാൻ എൻ്റെ ആ ഇമോഷൻസ് എല്ലാം ഞാൻ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.